എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിന്ന് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് കപ്പ വെച്ചിട്ടാണ്. കപ്പ വെച്ചിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ടിന്ന് പോലും വേണ്ട. നമുക്ക് കുക്കറിലും അതുപോലെ തന്നെ ഓവനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ മൈദ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു കഷ്ണം കപ്പ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ നമുക്കിനി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തിന്നല്ല, ഇതുപോലെയുള്ള സൈസിലുള്ള ഇതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ ആ ഒരു തണ്ട് നമുക്ക് മാറ്റിയിട്ട് ഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫൈനായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മുട്ട, ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര, 100 ml പാല്, ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇതൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും മതി. പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് വാനില എസൻസ് 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്, ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്ററൊന്നും ആവശ്യമില്ല, കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എണ്ണയ്ക്ക് പകരം ബട്ടറും എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബട്ടറും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 100 ml പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ എടുക്കാം, പക്ഷേ ഗോതമ്പ് പൊടി എടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ഒന്നുകൂടെ ടേസ്റ്റി ആകും. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കപ്പയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നല്ല എടുക്കുന്നത്, ഇതുപോലെ ഒരു അലുമിനിയം ട്രേ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും, നമ്മൾ പാഴ്സലൊക്കെ ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇതിലാണ് ഞാനിന്ന് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റോളം. അതിനുശേഷം ഇത് നമ്മളൊരു 35 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഏറ്റവും താഴത്തെ തട്ടിലാണ് വെച്ചിട്ടുള്ളത്. 2 കോയിലും ചൂടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൺവെക്ഷൻ ഓവൻ ആണെങ്കിലും സെയിം ടൈം തന്നെയാണ്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങളൊരു ടൂത്ത് പിക്ക് ഇട്ട് നോക്കുക ഇത് നന്നായിട്ട് വെന്തോന്ന്, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് ടിൻ കഴുകേണ്ട ആവശ്യമില്ല. ഇത് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് കളയാവുന്നതാണ് ഈ ഒരു ടിന്ന്. അപ്പോൾ നമ്മുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളധികം പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഗോതമ്പ് പൊടി വെറും 2 ടേബിൾ സ്പൂണാണ്. ബാക്കി ഇൻഗ്രീഡിയൻറ്റ് മുഴുവനായിട്ടും കപ്പയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു കേക്ക് നമുക്ക് ഫ്രഷ് ക്രീമിൻ്റെ കൂടെയും അതുപോലെ തന്നെ എന്തെങ്കിലും ചോക്ലേറ്റ് സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്.
താങ്ക്